ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു ജർബറ ചെടി എങ്ങനെ പോട്ട് ചെയ്യുക എന്ന് കാണിക്കുന്നത്. ഇതൊരു സ്പെഷ്യൽ റിപ്പോർട്ടിംഗ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഈ ഉത്സവ പറമ്പുകളിലൊക്കെ കിട്ടുന്നില്ലേ, ആ ഒരു ജർബറ നമ്മളെ എന്താ പറയണ്ടേ, ഈ കല്യാണത്തിനൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന അതുപോലുള്ള ജർബറ അവരിങ്ങനെ കെട്ട് പോലെ വാങ്ങുന്നത്, അത് ഞാൻ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിതുവരെ വാങ്ങിയിട്ടില്ല. ഇതെല്ലാവരും വാങ്ങിയിട്ട് ഇനി സക്സസ് ആകുന്നുണ്ടോ ഒന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ കാണിക്കുന്നത്. ഇത് കുറഞ്ഞ വിലയിൽ കിട്ടും, കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഇത് നല്ല ക്ലൈമാറ്റിൽ, അതായത് ഈ പോളി ഹൗസിലൊക്കെ നല്ല ലാർജ് സ്കെയിലിൽ നല്ല വളവും പരിചരണവും കൊടുത്തുണ്ടാക്കുന്ന ചെടികളല്ലേ. അന്നേരം അത് നമ്മളെ ക്ലൈമാറ്റിൽ, സാധാരണ ക്ലൈമാറ്റിൽ എങ്ങനെ ഇത് പിടിച്ചു കിട്ടുമോ, അതിൽ പൂക്കളുണ്ടാവുമോ ഒന്നും അറിയില്ല. അന്നേരം ഞാനിതൊന്ന് എങ്ങനെയാണെന്ന് നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഞാൻ ആദ്യം ചെയ്യുന്നത്, ഇതിൻ്റെ ഈ അഴുകിയ ഭാഗങ്ങളില്ലേ, ഇലകളൊക്കെ, ഇത് ഒന്നായി കുറേ ഒരു 1-2 ആഴ്ചകളായി കാണും. ഇതിൻ്റെ പോളി ഹൗസിൽ നിന്ന് മാറ്റിയിട്ട് അത് നമ്മൾ ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഈ അഴുകിയ ഇലയുടെ ഭാഗങ്ങളൊക്കെ മുറിച്ച് കളയുന്ന, അതുപോലെ വേരുകൾ, ധാരാളം വേരുകളുണ്ട്. കൂടാതെ പൂക്കളും പുതിയ പുതിയ മുട്ടുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ മാറ്റിക്കളയാണ് ആദ്യം ചെയ്യുന്നത്. പിന്നെ ഇത് ഇത്രയും കാലം ഈ അവിടെ ഇവിടെയൊക്കെ കെട്ടി കൊണ്ടുവന്ന ബസ്സിലും അവിടെ വേറെ കൊണ്ടുവന്നതല്ലേ. അന്നേരം നമുക്കിത് ആൻറ്റി ഫംഗൽ പൗഡറിലിട്ട് വെക്കാം. ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഫംഗസ് ബാധയോ അങ്ങനെ അണുബാധ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് കളയാം. അന്നേരം അതിൽ 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 5 ഗ്രാം സാഫാണ് ഞാൻ ഉപയോഗിക്കാറ് സാധാരണ. അത് കലക്കി വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഈ ചെടികളെല്ലാം ഒന്ന് മുക്കി വെക്കാം. ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് കുറച്ച് ശുദ്ധമായി കിട്ടും. അഴുകിയ കുറേ ഭാഗങ്ങളുണ്ട്, വേരുകളെല്ലാം. അത് നമുക്കതെല്ലാം ഒന്ന് നന്നാക്കി മാറ്റിയെടുക്കാം. പിന്നെ അത് പോട്ടിംഗ് മിക്സ്ചർ തയ്യാറാക്കുന്നില്ല. എന്നാലും ഞാൻ കൂടുതൽ നല്ല രീതിയിലൊന്നും പോട്ടിംഗ് മിക്സ്ചർ തയ്യാറാക്കുന്നില്ല. കുറച്ച് സാധാരണ ഗാർഡൻ സോയിൽ, അതായത് മണ്ണ്, നല്ല ഒരു കരിമണ്ണ് കുറച്ച് എൻ്റെ അടുത്തുണ്ടായിരുന്നു. അതിൽ ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെർമി കമ്പോസ്റ്റ് ഇല്ലേ, അത് മാത്രമേ അതിലിടുന്നുള്ളൂ. വേറൊന്നും അതിൽ ഇടുന്നില്ല, ആഡ് ചെയ്യുന്നില്ല. തൽക്കാലം നമുക്കിത് വേര് പിടിച്ച് കിട്ടുമോ എന്നുള്ള ഒരു സംശയത്തിലാണ് ഞാൻ കൂടുതലൊന്നും ചെയ്യാത്തത്. നോക്കാം, നമുക്ക് എത്രത്തോളം വേര് പിടിച്ച് കിട്ടുമെന്ന് നോക്കാം. മണ്ണ് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഞാൻ പിന്നെ ഒരു 6 ഇഞ്ച് പോട്ടുകളാണ് സാധാരണ, ചെറിയ പോട്ട്, ഇവിടെ പഴയ പോട്ടുകൾ കുറേ ഉണ്ട്. എന്നിട്ട് അതിൽ ഒരു 5 കെട്ടായിട്ടാണ് എനിക്ക് ഈ ചെടികൾ കിട്ടിയിട്ടുള്ളത്. 5 കളറാണത്. അന്നേരം ഒരു 5 ചട്ടികളിൽ ഞാൻ 5 ചെടികളും വേറെ വേറെ നടാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ പോട്ടിംഗ് മിക്സ്ചർ ഒരു 1/4 ഭാഗം 5-ലൊന്ന് ഉറച്ചിട്ടുണ്ട്. നമ്മൾ സാഫിൽ മുക്കി വെച്ച ചെടികൾ ഏകദേശം ഒരു 10-15 മിനിറ്റോളം ആയി കാണും. ഞാനെന്താ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. കുറച്ചൊരു ചെറുതായിട്ടൊന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഒരു കളറ് ഒരു ചട്ടി തന്നെ, അത് വലിയൊരു ബണ്ടിലായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഒരു ചെടി എന്ന് പറഞ്ഞിട്ട് അവർ തരുന്നത്. പക്ഷേ അതിൻ്റെ കിഴങ്ങ് കുറേ വലുതാണ്. അന്നേരം അത് പീസാക്കിയിട്ട് ഒരു 4 ചെടി വരെ ആക്കാൻ പറ്റുന്നുണ്ട്. ചിലത് 4, ചിലതിൽ 2 ആക്കാൻ പറ്റുന്നുള്ളൂ. എന്നാൽ ഞാൻ എല്ലാം ഒന്നിച്ച് ഒരു കളർ ഒരു ചട്ടിയിൽ തന്നെയാണ് വെക്കുന്നത്. ഇപ്പോൾ ഏകദേശം 5 ചെടി ഞാനിപ്പോൾ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് നമുക്കത് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാം. ഇനി നനച്ച് എത്രത്തോളം ഇത് സക്സസ് ആകുമെന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു വലിയ ഉറപ്പൊന്നുമില്ല. ഞാൻ ആയിക്കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാനിപ്പോൾ തുടർന്ന് വരുന്ന വീഡിയോയിൽ ബാക്കി ഭാഗങ്ങൾ 2 ആഴ്ച കഴിയുമ്പോൾ ഞാൻ കാണാം എത്രത്തോളം ഇത് വളർന്നു, ഇതിൻ്റെ പുതിയ പുതിയ ഇലകളും വേരുകളൊക്കെ വരുന്നുണ്ടോ നോക്കി നമുക്ക് കുറച്ച് നന്നായിട്ട് ചെയ്യുന്നുണ്ടാകും. നമുക്ക് വേറെ വലിയ ചട്ടിയിലേക്ക് മാറ്റിയെടുക്കാം. അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പിന്നെ നിങ്ങളുടെ അനുഭവങ്ങൾ പറയാം. നിങ്ങൾ പലരും ഇത് വാങ്ങിയിട്ടുണ്ടോ മുന്നൊക്കെ? അന്നേരം എത്രത്തോളം ശരിയായിട്ടുണ്ട്, ഇത് പൂ പിടിച്ച് വന്നിട്ടുണ്ടോ, അല്ലെ നന്നായി വേര് പിടിച്ച് നല്ല ചെടിയായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ള അനുഭവങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അന്നേരം വ്യൂവേഴ്സ് എല്ലാവർക്കും താങ്ക്സ് ഫോർ